ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടെന്ന് വൈകുന്നേരത്തിന്റെ ഒരു വീഡിയോ ആണ് അല്ലേ? വൈകുന്നേരത്തിന്റെ ഈ ഒരു സംഭവത്തിന് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്, മോളു സ്പെഷ്യൽ. അപ്പൊ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കാണാം. ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ട് എന്താ വെച്ചാൽ നോക്കിക്കോളി. പക്ഷെ ഉണ്ടാക്കുന്നതിന് ഒരു ഭയങ്കര പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സാധനം നമ്മൾ പുറത്തുനിന്ന് ഒരിടന്ന് വാങ്ങിയതാണ്, മൂന്നാറിന് വാങ്ങിയതാണ്. അതുകൊണ്ട് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഓണോല് ആ വൈക്ക് മൂന്നാർക്കൊന്നും പോകാത്തൊരു പണ്ടൊക്കെ മൂന്നാർ വലിയ സംഭവം അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ പണ്ടൊക്കെ പൈസക്കാര് പോണ ടൂർ ചെയ്യുന്നത് മൂന്നാർ. പാങ്ങത് വയനാടോ? ഇവിടെ ഊട്ടി. ഊട്ടിക്ക് പിന്നെ ഇന്നെപ്പോലുള്ള പാവങ്ങള് കടപ്പുറം, കോഴിക്കോട്, അല്ല ഇവിടെ കൂട്ടായി, താന്നൂര്, ഇന്നെ പോലത്തെ ഒരു കൂട്ടായി പോയി മടുത്തിന്ന്. അപ്പൊ ഇവളിങ്ങനെ പറയും ഞായറാഴ്ച കിടക്കണം. ഞങ്ങള് ഒരു വണ്ടി ഒന്നുമില്ല, ബസ്സിനൊക്കെ കയറിപ്പോയി. പെരുന്നാൾ ഹോട്ടലൊക്കെ അടച്ച് ഭക്ഷണം കിട്ടാൻ പോലും സ്വീപ്പായിട്ടുണ്ട്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാല് പാങ്ങൾ ടൂർ ആക്കുന്നില്ല, പാങ്ങള അയക്കോറാണ് മത്തി എന്ന് പറഞ്ഞിട്ട് അതേപ്പെട്ടാണ് ഇല്ലേ? അപ്പോ കണക്കുണ്ടാവില്ല. ഞാൻ ഇവളോട് പറയും, ഇവിടെ എപ്പോഴും ഈ കൂട്ടായി. ഞാൻ പറയും ഒരു കാര്യം ചെയ്യാം, നമ്മളുടെ ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്ക് ആയിക്കോട്ടെ, എവിടേക്കായിക്കും കൂട്ടായി പോകാൻ. ഇവിടെ മുമ്പ് ഇങ്ങനെ പറയും, നമ്മള് അധികം ദിവസം ദോശല്ല കടി ഉണ്ടാക്കല്. അപ്പൊ മുമ്പ് ഇവളിങ്ങനെ പറഞ്ഞു, ഇവിടെ ഫ്രണ്ടും കൂടെ ഒക്കെ പറയാലോ, നാളെ എന്താ കടി, നാളെപ്പോ ദോശ ഉണ്ടാക്കാൻ പറയും. അപ്പൊ എന്താ മാതിരി. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവർക്കും അങ്ങനെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ നമ്മള് ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ കുട്ടി ഇവളോട് കുറെ ഇത് പറിച്ചു തുടങ്ങി. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞുതരാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. പോ നമുക്ക് വീഡിയോയിലേക്ക്. തേങ്ങ തീക്കേ കുറച്ച് വറുത്തിടാണ്. അപ്പൊ ഇന്നെന്താ പണി അറിയോ? ഇന്ന് കൊറേ ദിവസത്തേക്കണ മോനും വൈകുന്നേരം ഞാൻ ഒന്നും ഉണ്ടാക്കൂല അറിഞ്ഞാണ്ട് ഇങ്ങനെ പറിച്ചു തുടങ്ങിയിട്ട്. അപ്പൊ മിഞ്ഞാന്ന് ഞാൻ അരി വെള്ളത്തിലിട്ട്, പിന്നെ എന്ത് ചെയ്ത് രാവിലെ വൈകുന്നേരം ഉണ്ടാക്കിയില്ല, രാവിലെ എന്ത് ചെയ്ത് ആ നേരം എടുത്തിട്ടാണ് ദോശ ഇട്ട്. അപ്പൊ ബാവാക്ക് ഭയങ്കര വിഷമം. കുട്ടീനോട് അങ്ങനെ പറഞ്ഞിക്കാണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ. എന്നാലും പിന്നെയും പച്ചരി കൊടുന്നു വിടൂല. ഞാൻ മഴയൊക്കെ ഉണ്ടാക്കി പറഞ്ഞിക്കാണ്ട് പച്ചരി കൊടുന്ന് ഒരിടത്ത് വെച്ച് ലാസ്റ്റ് വെള്ളത്തിലിട്ടില്ല, കാണോട് തെച്ച്. എന്നിട്ടും ഞാൻ വെള്ളത്തിലിട്ട് വേറെ ഓരോ ശ്രദ്ധ ആയതുകൊണ്ട് മറന്നാണ്, അല്ലാതെ ഉണ്ടാക്കായി ഒന്നല്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞ നീ കാണാനാണ് ഇവിടെ ഇത് വെച്ചിട്ടുള്ളത്, കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് കിട്ടാറ്. അപ്പൊ ഞാൻ നേരെ എടുത്തുകൊണ്ട് രസത്തിന്റെ നേരത്തെ എടുത്തുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് അതായത് അരച്ച് കുജിലപ്പട്ട ഉണ്ണിയപ്പട്ട കുയ്യപ്പം കുജിലപ്പം മലപ്പുറം ഭാഷയിൽ പറഞ്ഞാല് അപ്പൊ അതിക്ക് കുറച്ച് തേങ്ങ വറുത്തിടണം. മാവ് അവിടെ വേറെ കൂട്ടി വെച്ചിട്ടുണ്ട്. ശർക്കര പൊരുക്കി നമ്മളെ മറുപടി ശർക്കര കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഒരു കഷ്ണം കൂടി ബാക്കിയിട്ട് കലാശക്കൊട്ട ഇല്ല, ഒരു കഷ്ണം കൂടി ബാക്കിയില്ലതാ. അത്രയും കൂടി ഉണ്ട്. അപ്പൊ അതിലോട് ആ ചുക്ക് ഇട്ടുകാണ്ടുള്ള ഒരു ശർക്കര ഉണ്ട്, ടേസ്റ്റ് ആണ് അത്. പിന്നെ ഞാൻ തീക്കിടാൻ പറ്റില്ല, അത് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു കട്ടയും ബാക്കിയുണ്ട്. ശർക്കര വാങ്ങണം വലിയൊരുന്നാക്ക് എന്തിനാ? അല്ല പോകുമ്പോ വാങ്ങണ്ടേ? വലിയൊരുന്നാക്ക് പോണ്ടാ? അപ്പൊ ഇല്ല പറഞ്ഞ എന്റെ വക പോക്കുണ്ട്, എന്റെ കുറച്ച് ഡ്രസ്സ് അടിക്കുന്ന പൈസ കൂടി സ്വരൂപിച്ച് പോകണം എന്നൊക്കെ ഞാൻ കുറച്ച് അടിക്കാൻ. ഞങ്ങളാണ് കൊണ്ടുപോണ്ടേ. ഡ്രൈവർ ഇപ്പൊ എനിക്ക് മക്കളൊക്കെ ഡ്രൈവർമാരല്ലേ, ഞാൻ ഇല്ലെങ്കിലും പോവാലോ. അങ്ങനൊന്നുമില്ല, ഇപ്പൊ പ്രായമായിരുന്നില്ല. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണ്? ഉണ്ടാക്കേട്ടാ ഉണ്ണിയപ്പം ഉണ്ടാക്കണേ. അപ്പൊ ശർക്കര എന്താണ് ഉരുക്കാൻ വെച്ചാ ശർക്കര വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടാ സംഭവം. ചൂട് എങ്ങനെയുണ്ട് നിങ്ങളൊക്കെ? ഒന്നൊന്നര ചൂടല്ലേ? ഔത്ത് നിൽക്കാൻ വെച്ചാ ഈ അടുക്കളയിൽ തീരെ നിൽക്കാൻ വെച്ചാ നേരെ വെയിലോട്ടിട്ട് എല്ലായിടത്തും സെയിം. എവിടെയല്ല അടുക്കളല്ല, എവിടെ റോഡിൽ നിൽക്കാൻ പറ്റും. ഔത്ത് നിൽക്കുമ്പോ തോന്നും വാർപ്പിന്റെ മേലെ വാർപ്പിന്റെ മേലെ കയറുമ്പോ മിറ്റത്തേക്ക് പോകണം, മിറ്റത്തേക്ക് പോകുമ്പോ തോന്നും ഔത്തുക്കാനെ പോവാന്ന്.
രാത്രി കിടക്കാനൊക്കെ മേലെ പോയി ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖം. നല്ല സുഖമാണ്. കഴിച്ചിട്ട് ഇറക്കാനും പറ്റാ മരം കൊണ്ട് തുപ്പാനും പറ്റാറില്ല. അതേ അവസ്ഥയാണ്. പക്ഷെ ഓടുമ്പരിയിൽ നല്ല സുഖമാണ്. നല്ല സുഖമാണ്. അടിച്ചു വെച്ച് ഇനി നമ്മള് ഓടുമ്പോടെ ഉണ്ടാക്കണേ ഇൻഷാ അല്ലാഹ്. അപ്പോ ഉണ്ടാക്കാൻ പോണേ നമ്മള് പറഞ്ഞ ആ സ്നാക്സ് അല്ലേ, ആ സാധനം. ഓയിലില്ലേ? ഓയിലുണ്ട്. പക്ഷെ ഇത് വെളിച്ചെണ്ണ കുറച്ച് തേങ്ങ വാട്ടാനില്ലേ മൂപ്പിച്ചിട്ട് മൂപ്പിക്കട്ടാ. ഇതുപോലെ തേങ്ങ മൂപ്പിച്ചാൽ നന്നാവൂലേ ടേസ്റ്റ്? നല്ല ടേസ്റ്റിനാവും തേങ്ങ വറുത്തിട്ടാല്. ആയിക്കോട്ടെ. മതി ചൂടാവില്ല പിന്നെ നേരില്ല. അപ്പതാ തേങ്ങ വറുത്തിട്ടാ ഞമ്മക്ക് ഈ മാവക്ക് തട്ടാ. അപ്പൊ തേങ്ങ നേരെ തട്ടാൻ പോണില്ലേ? നേരെ നല്ല വറുത്തിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. തിന്നുമ്പോ ഇങ്ങനെ കടിക്കും, കടിക്കണം, കടിക്കണം. ഇനി നമുക്ക് മാവ് ഉണ്ടാക്കണം. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചതിന്റെ ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് കൊയ്യിലപ്പം, നെയ്യപ്പം ഇന്നത്തെ കാലത്ത് അറിയില്ല എല്ലാവർക്കും. ആർക്കും എന്നുവെച്ചാല് ഫുള്ള് പുറത്തുനിന്ന് വാങ്ങാൻ എല്ലാം അറിയും. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്റെ പെണ്ണുങ്ങൾക്കൊന്നും അറിയില്ല. എന്റെ പെണ്ണുങ്ങൾക്കോ? എന്റെ പെണ്ണുങ്ങളെ എന്റെ അമ്മ എല്ലാം പഠിപ്പിച്ചിട്ടാ പറഞ്ഞയച്ചിക്കണത്. ആ കൊച്ചിലപ്പം ഉണ്ടാക്കണതും നെയ്യപ്പം ഉണ്ടാക്കണതും കലത്തപ്പം ഉണ്ടാക്കണൊക്കെ. ആകെ അറിയാത്ത കാര്യം എന്തെയ്യുന്നേരം വന്നപ്പോ മുളകിട്ട മീൻകറി അതറിയില്ലേ? ചായ ഉണ്ടാക്കാനും ചായ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. ചായക്കാരന്റെ മോളാണ്. എന്റെ ഉപ്പാക്ക് ചായപ്പീടി ഉണ്ടായിരുന്നു. എന്റെ ഉപ്പാക്ക് പലർക്ക് പീടി ഉണ്ടായിരുന്നു. എന്റെ ഉപ്പാക്ക് ഇറച്ചിക്കട ഉണ്ടായിരുന്നു. എന്റെ ഉപ്പ കന്നാച്ചോടക്കാരൻ. എല്ലാം നമുക്കറിയാം. അപ്പൊ ബീഫ് ഉണ്ടാക്കണതൊന്നും എന്നോട് ചോദിച്ചിട്ടുണ്ടാവും. എല്ലാം അറിയാം. അറിയാത്ത കാര്യം എന്താ വെച്ചാല് ഞാൻ വന്ന വീട്ടില് തേങ്ങ അരച്ച കറി പറ്റൂലേന്ന്. അപ്പൊ ഞാൻ പഠിച്ചിങ്ങനെ തേങ്ങ അരച്ചക്കാടുള്ളതാണ്. അപ്പൊ ഇവിടെ മുളകിട്ട് കറിയാണ്. എന്റെ ഇളച്ചിന്റെ അടുത്ത് പഠിച്ചും ചെയ്ത്. ഇത് ആദ്യത്തെ എണ്ണ. ഇത് വേണ്ട. നമ്മളെ കുയ്യലപ്പ ചട്ടി എത്ര കൊല്ലം വയക്കണ്ടറിയോ? 18 കൊല്ലം വയക്കണ്ട ചട്ടി. 18 വയസ്സുണ്ട്. അപ്പൊ ഗ്യാസ് അടുപ്പുമ്മലേ അത് വെക്കാൻ പറ്റൂല, അടിയിൽ ഇതില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഈ അടുപ്പുമ്മ വെക്കൂലേ ഈ വട്ടം, അത് ഗ്യാസ് അടുപ്പ തന്നെ വെച്ചെടുത്ത് അയിമാട് വെച്ച്. കുട്ടിമോന്റെ ഒരു വയസ്സിന് മൂത്താണ്. മധുരണ്ടാ? ഏറാൻ പാടി ഏറെ രസമുണ്ടല്ലോ. അപ്പൊ ഓയിൽ വെച്ചെടുക്കാം. ഫ്ലാഷ് ഓഫ് ആകണ്ടില്ല. ലൈറ്റില്ലേ? മതി. ഈ ഓയിൽ തന്നെ മതി ലാസ്റ്റ് ചുട്ടയോളം. ഇനി വേറെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കിടന്ന് പോകും. അപ്പൊ അതിൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടാ ഇനി ഒന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം അപ്പൊ നമ്മളെ തേങ്ങ ഉണങ്ങി ആട്ടിക്കൊടുന്ന് വെളിച്ചെണ്ണ ഉണ്ട് എടുത്തിട്ടില്ല കേട്ടാ. വെളിച്ചെണ്ണ കുറച്ചുള്ളൂ. അതെ, കൂടുതലൊന്നുമില്ല. കുറച്ചുള്ളൂ. എത്ര ഉണ്ടാവും? ഒരു 9. അതെ 9 ലിറ്ററൊക്കെ 10ന്റെ അടുത്തുണ്ടാവും. എന്നാലും ഇഷ്ടം പോലെ നമ്മള് വെച്ച് പിടിപ്പിച്ച ഇവിടെ കേട്ടാ, വെച്ച് പിടിപ്പിച്ച തെങ്ങും വന്ന് തേങ്ങ ഇട്ട് ഉണക്കി അതിട്ട് ആട്ടി കൊടുക്കുന്ന നമുക്ക് ആദ്യത്തെ അനുഭവമാണ്. ഞങ്ങക്ക് ഇവിടെ പഴയ വീട്ടിലൊക്കെ ഇവിടെ പഴയ വീടല്ല, ഞാൻ കുടുങ്ങിയ ആ വീടില്ലേ, ആ വീട്ടിൽ നിന്നൊക്കെ ആ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇവിടെ കുടുങ്ങാൻ കാരണല്ല, ആ സർഫിന്റെ കണ്ണു മുമ്പ് കാണട്ടെ. ഞാൻ ഇവിടെ ഉണ്ടായതുകൊണ്ട് നല്ല അടിപൊളിയായി ജീവിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. വെട്ടു ഞാൻ ചൂടുണ്ടാ നോക്കണേ. ചൂടായിട്ടില്ല. അപ്പൊ ഞമ്മക്ക് അടുത്ത സ്റ്റെപ്പ് വെച്ച് നോക്കട്ടോ. അപ്പൊ ഉണ്ണിയപ്പം എന്നറിയപ്പെടുന്ന കുജിലപ്പം, മലപ്പുറം കുജിലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിയരച്ചതും ഇടിയരച്ചതും കാരപ്പം അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കൂല്ലേ? കാരപ്പം ഉഴുന്നുമാവൊക്കെ എന്ത് സംഭവം എന്തോ ഒരു ഇതുണ്ടല്ലോ, അത് കാരപ്പം. ഇതിൽ വെച്ച് കാണാൻ യൂട്യൂബില് കണ്ടിരിക്കണേ.
അത്യാവശ്യം നല്ല ചൂടും കാര്യമൊക്കെ ആയി ഐറ്റംസ് പൊള്ളക്കുന്നുണ്ട്. കൂടുതൽ ആളുകളും ഇപ്പത്തെ ഒരു ഇതിലേക്ക് ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പൊ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കുറെ ഷോപ്പുകള് കഫ്റ്റീരിയ കാര്യങ്ങള് തട്ടുകടകളൊന്നും ഇല്ല. ഉള്ള സമയത്ത് എല്ലാരും കൂടുതൽ കടകളിൽ നിന്നൊക്കെ പൊരിക്കടി വാങ്ങുന്നത് അല്ലേ. അതിന് ആ കാര്യത്തിൽ കാര്യം എന്തെങ്കിലും സ്ഥിരമായിട്ട് എന്തെങ്കിലും കടി ഉണ്ടാക്കും ആളും അല്ലേ. അല്ല അപ്പൊ നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഇത് കൊറേ നേരത്തെ അരച്ചു വെച്ചിട്ടൊന്നുമില്ല, എന്നിട്ടും നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചൂട് കുറവുകൊണ്ടാണ് പൊള്ളക്കാത്തല്ലേ. ഒറ്റ ചൂട് ആ ചൂട് ഈ കള വെച്ചാൽ ഒറ്റ പൊള്ള. ഇതിവിടെ ചൂടായതുകൊണ്ട് പൊള്ളച്ചാൽ നിങ്ങള് അസ്ത്രമാ ചൂട് വെച്ചിട്ട് അങ്ങനെ മോട്ടാക്കിയാണ് എടുക്കല്. പെട്ടെന്ന് പരിപാടിയില്ല. ഇതിപ്പോ കബാബായി മാറിയല്ലോ. കബാബ് അപ്പൊ കുജിലപ്പം കബാബ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇന്നലെയും കൂടി ഉണ്ടായില്ല. നോക്കട്ടെ, ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടാ. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അടിപൊളിയാണ്. ആ തേങ്ങയും കൂട്ടി ഇങ്ങനെ കടിക്കുമ്പോ ഉള്ള കണ്ടിട്ട് ഞങ്ങള് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വട്ടം വെച്ച് അതുകൊണ്ട് ചൂട് മേലേക്ക് അതുകൊണ്ടാണ്. ഇനിയിപ്പോ കുട്ടികൾ ഇങ്ങനെ വന്നാണ്ട് ഓരോരുത്തർ ഇങ്ങനെ നോക്കും ചൂടാറിന് ഇങ്ങനെ കൊണ്ടുപോകും. വരാം. ചൂടലൊക്കെ കഴിഞ്ഞിട്ടാ അടിപൊളി കൊഞ്ചിലപ്പം ചുട്ട് കഴിഞ്ഞു. തോന്നുണ്ടാക്കിയിട്ടില്ല, കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് വെച്ചാ മധുരക്കടി ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ തിന്നൊക്കെ ചെയ്യൂട്ടോ. പിന്നെ ഇതാ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചൂടാറാതെ കുട്ടിയൊക്കെ ചൂടാറാൻ വെച്ചത് ഇതാണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി പ്ലേറ്റിലെടുത്തോണ്ടാണ് നേരെ കട്ടുന്നതാ. കട്ടതല്ല തിന്നാന് പിന്നെ അങ്ങോട്ട് വന്നു നാളെ. എനിക്കെന്താ പണി? ഒരു ഇതില്ലേ നോക്ക് 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 പഠിക്കാണ്ട്. ഉൾഭാഗം നല്ല വെന്തിട്ടുണ്ട്. ടേസ്റ്റിന് ഓവർ മധുരം ഇല്ലാത്തതുകൊണ്ട് എത്ര കഴിച്ചാലും മതിയാവില്ല. ചായ എടുക്കണ്ട. ചായ പോയാ അതാ ഞാനിപ്പോ കുറച്ച് ചിത്രമൊക്കെ വരക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ ഒന്ന് കുട്ടിയാവട്ടെ. ചിത്രം വരക്കാൻ കുട്ടിയാവണ്ടല്ലോ അല്ലേ. ഞാൻ വരച്ച ചിത്രം കാണിച്ചു തന്നിട്ടാ. എങ്ങനെയുണ്ട് പറയണ്ടി? ഇതൊന്നേ ഇത് ഞാൻ വരച്ചാണെന്ന് പറയോ? വെറുതെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ ഇങ്ങനെ വരച്ചു. ഇത് എന്തൊക്കെ പേരുണ്ട് ഞാൻ കാണിച്ചു തരാം. കുട്ടിമോന്റെ ബുക്കിലേട്ടാ. ഇവിടെ ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്തതാണ്, റെഡി ആയില്ല. ഇതൊന്ന് ട്രൈ ചെയ്തതാണ്, ഇതും റെഡി ആയില്ല. ഇതും കൊഴപ്പില്ല. ഇതൊന്ന് റൗണ്ടിലാവണ്ടീന്ന്. പിന്നെതാ ഇതൊക്കെ മറ്റേ പെയിന്റിങ് ബ്രഷ് ഇല്ലേ, അതുകൊണ്ടാണ് കളറൊന്നും റെഡി അല്ല. ഇതെങ്ങനെയുണ്ടേ? ഇത് അടിപൊളിയാ. ഇതാ എന്താ ഇതിന്റെ പേര്? ട്രയാങ്കിളോ എന്തോ ഒരു പേര്. ഇത് ഞാൻ വരച്ചാണ്. ഇതണ്ടില്ല. ഇതെങ്ങനെ പറയൂടാ, കമന്റ് ചെയ്യോണ്ടി അഭിപ്രായങ്ങള്. വേറുണ്ട് നിങ്ങൾ വരച്ചേനെ. ഇനിയുണ്ടാ? ഓർമ്മയില്ല. ഞാൻ കാണിച്ചെടുത്ത് എന്റെ കാണിച്ചെടുത്തിട്ടില്ല. ഇത് മോനെ വെച്ചത്.
രസമില്ലേ ഇതായിട്ട് പോണേക്ക് റൂം ഫുള്ള് നീ ഇരിക്കെ പൊന്നിരിക്കെ മറ്റേ അടിയിൽ പോയി. പൊന്നിരിക്കെ ചെലോലത് ഏകദേശമൊക്കെ റെഡി ആക്കണം അതിന് കുഴപ്പമില്ല ഇത് റെഡി ആക്കണം ഇല്ല ഒന്നും കൂടി ശരിയാണ്ട് വരച്ച് നമ്മള് ഫസ്റ്റ് അല്ലേ വരക്കാൻ കുറച്ചൊക്കെ അറിയാം പക്ഷെ ചെയ്യലില്ല അത്രേ ഉള്ളൂ. അതല്ല ഞങ്ങളൊന്നും ഇരിക്കണ്ടേ ഈ ഒരു കാര്യത്തിൽ ക്ഷമട്ടില്ല. അപ്പൊ ഇതാ കുജിലപ്പം ഇത് നമ്മള് ഊട്ടിന്ന് വാങ്ങിയ ചായപ്പൊടി ഇട്ട് ഉണ്ടാക്കിയ ചായ കേട്ടാ. എങ്ങനെയുണ്ട് നോക്കി എങ്ങനെയുണ്ട് നോക്കാൻ പറ്റുന്ന ഇതിന്റെ കളർ എങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഇട്ടാ കളറിന്റെ അതേ മേക്ക് കുടിച്ചോക്കാടി. മധുരം അറിയില്ല എന്താ വെച്ചാൽ മധുരമുള്ള കടി നിന്നുകൊണ്ട് മധുരം ഇല്ലാത്ത ചായവും ടേസ്റ്റ് ഉണ്ടാ. ഇതൊരു ചായപ്രാന്തനാട്ടാ ടേസ്റ്റ്. ഞങ്ങളൊരു കടയിൽ കയറി ചായ അടിച്ച് അവിടുന്ന് ആ ചായപ്പൊടി വാങ്ങി പോന്നാണ്. വേറെ മോഡലല്ലേ പാല് മാത്രം അതിന് തിളപ്പിച്ച് ചായ പിന്നെ തിളപ്പിച്ച് ഞാൻ കാണിച്ചല്ലേ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കഴിക്കാണ്. ആ 4 മണിക്കുള്ള അപ്പൊ കുട്ടിമോന് ചുടുമ്പോ തന്നെ കഴിക്കല് തുടങ്ങിയതുകൊണ്ട് ഇപ്പൊ വല്ലാതെ നമുക്ക് നോട്ടം ഞാൻ മടുത്തിക്കണേ. അപ്പൊ ചായ കുടിക്കണേ അതൊക്കെ 1.5 തീറ്റി നിങ്ങൾ ഇതെല്ലാത്തും ഇപ്പൊ ഏകദേശം തീരുമാനമായിക്കണം. ഇപ്പൊ ഇതെന്ത് 2 കണ്ടാ പോരാ. ആ പ്ലേറ്റ് തന്നെ 10 6 പോന്നീന്ന് ഞാൻ 2 അവര് മുത്തൂന് 4 വെച്ചാണ് പിന്നെ തേങ്ങ വറുത്തിട്ടോണ്ട് അതുകൊണ്ട് എത്ര നേരം മടുക്കൂല. ഊട്ടിത്തെ ചായ 3ാമത്തെ ശർക്കര. ഓ അതെ ഊട്ടിത്തെ ചായപ്പൊടി ഊട്ടിത്തെ ചായ 3ാമത്തെ ശർക്കര. അതെ അടിപൊളിയാ. ടൂറിസ്റ്റ് പ്ലേസിന്റെ ഇതുണ്ടെങ്കിൽ ഇതിന്റെ കോരം ചായ ഇനി പോകുമ്പോ നമുക്ക് 2 പാക്കറ്റ് ചായപ്പൊടി ഒന്നരിക്കാ 2 വാങ്ങാം. 1 വാങ്ങിയ ഒരു ചെറിയ പാക്കറ്റ് ആയിരിക്കും. ഇത് കൂടുതൽ എണ്ണൊന്നും ഇത് കുടിച്ചിട്ട് ആ കട്ട് ചെയ്തൂടാ. കൂടുതൽ എണ്ണൊന്നും കുടിച്ചിട്ടില്ല. ഇതുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴൊന്നും വരുന്നില്ല. കയ്യുമ്മ പൊനഞ്ഞതായ അല്ലാതെ വേറെ ഇല്ല. ഊട്ടിത്തെ ചായ 3ാമത്തെ ശർക്കര കേരളത്തിത്തെ അതന്നെ ശർക്കര ഒരു പ്രത്യേക ടേസ്റ്റാണ് ഊട്ടിത്തെ ശർക്കര. അല്ല 3ാമത്തെ ശർക്കര മറയൂർ ശർക്കര. എന്താ വെച്ചാല് അവര് അവിടെ വെച്ചിട്ട് അതിന്റെ കച്ചറൊക്കെ അരിച്ചിട്ടാണ് ഉണ്ടാക്കണത്. നമ്മൾ പിന്നെ ഉരുക്കിന് ശേഷം അരിക്കേണ്ട ആവശ്യമില്ല. അതിനൊന്നുമില്ല. അത്രയ്ക്കും നല്ല ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാണ് ഒരു ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്ന കുറച്ച് ബാക്ക് പോയി കാണാം. എന്ത് ടേസ്റ്റ് വെച്ചിട്ടാ അവരുണ്ടാക്കുന്നൊക്കെ നല്ല ടേസ്റ്റാണ് ശർക്കര. ഞാൻ പേരെ കാണാതെ പൂത്തി വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കൊണ്ടാണ് ഈ എന്നോ കഴിഞ്ഞത്. 3 ശർക്കര ഉണ്ട്. ചോക്ലേറ്റ് ശർക്കര, ചുക്ക് ശർക്കര, സാധാ ശർക്കര. അത് ഇവൻ കണ്ടിട്ട് പൊടി അവിടെ ഇരിക്കൂല. ഇവൻ കണ്ടിട്ടില്ല. ഇവനും എന്താണ് നിങ്ങള് ചുക്ക് ചായ ഉണ്ടാക്കി തരുന്നു. ചുക്ക് ശർക്കര ചായ ഉണ്ടാക്കി തരാൻ ടേസ്റ്റ് ഉണ്ടാവൂല. ചുക്കുണ്ട് ചുക്കുണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നാളെ ഇനി രാത്രി ഉണ്ടാക്കി തരുന്നു. അപ്പൊ ഇനി മുത്ത് വരാണ്ട് ബാക്കി എല്ലാവരും പൈസ അല്ലേ ഇതെന്താ പറയണ്ടേ? ഒന്നും പറയണ്ട. സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൺ സപ്പോർട്ട് ചെയ്യാ. അഭിപ്രായങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയ മതി. റെസിപ്പി പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ആവശ്യമില്ല. എന്നാ ചെറുതായിട്ട് പറഞ്ഞ ഓർക്കറിയാം. നെയ്യപ്പത്തിനൊക്കെ മാവോട്ടുണ്ടാക്കുന്നൊക്കെ അറിയില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പറയും ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ റെസിപ്പിന്റെ വീഡിയോ എടുത്തിട്ടില്ല.
അപ്പൊ എല്ലാരും ചെയ്യണല്ലേ. എല്ലാവരും ട്രൈ നോക്കിയിട്ടുണ്ട്. എവരിതിങ് പ്ലീസ് ട്രൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നാളെ പുതിയ വീഡിയോ ഇട്ട് തരാം. എല്ലാവർക്കും ബൈ. ബൈ ബൈ പൊന്നൊരു ബാബായി. ബൈ ബൈ ആ താരീഖത്തെ പാട്